ഇന്ന് യുവാക്കളെക്കുറിച്ച് പറയുമ്പോൾ അവർ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലും മായകളിലും പെട്ട് ഉള്ളിൽ കുട്ടിക്കാലം മുതലേ ലഭിച്ച ആ നന്മയുടെ ഉറവ കെടുത്തി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി മക്കളെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഉള്ളിൽ നല്ല കിളിയുള്ള ജ്വലിക്കുന്ന യൂത്തിനെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഞാൻ എൻ്റെ മനസ്സിൽ കാണുകയാണ്. അപ്പോൾ ഈ യൂത്ത്, ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരിക്കൽ ഒരു പയ്യൻ നശിച്ചു വെണ്ണീറായി, അതായത് ലവ് അഫെയറിൽ പെട്ടു, ജോലി നഷ്ടപ്പെട്ടു, കുടുംബ തകർച്ച വന്നു. അങ്ങനെയാണ് ഇവൻ പറഞ്ഞത്. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു എൻ്റെ വ്യക്തിത്വത്തിലൊരു വൈകല്യം സംഭവിച്ച് ഞാനിങ്ങനെ ഭൗതിക മോഹങ്ങളിലേക്ക് പോയി എൻ്റെ ജീവിതം വെള്ളത്തിലായി പോയത്. 8ാം ക്ലാസ്സിൽ വെച്ച് സിസ്റ്റർ പറഞ്ഞ ഈ അറിവൊക്കെ എനിക്ക് തരികയായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആവില്ലായിരുന്നല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഈ കൊച്ചു തന്നു. അന്ന് രാത്രി ഞാനിങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ഈ കൊച്ചിൻ്റെ എന്താ പറയുക, മുഖം എന്നെ കാണിച്ചിട്ട് കർത്താവ് പറയാണ്, ഇതാണ് നിൻ്റെ ഇനി വിളി എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വിളിക്കുള്ളിലെ ഒരു ഉൾവിളി, ഈ അഡോളസൻ്റ് കെയർ ഞാൻ ശ്രദ്ധിക്കണം എന്നാണ്. അന്ന് ഞാൻ കർത്താവ് കാണിച്ചു തരാണ്. കുട്ടികളെ ഇരുന്ന് ഞാൻ പ്രോഗ്രാം നടത്തണതും അതിലെന്തൊക്കെ വിഷയങ്ങൾ ചെയ്യണം എന്നൊക്കെ ഈശോ തിട്ടപ്പെടുത്തി തന്നു. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, അങ്ങനെയാണെങ്കിൽ നീ തന്നെ എന്നോട് പറയണം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. എന്ത് ചെയ്യണം, എന്നെ ആരെങ്കിലും വിളിക്കണം ഈ പ്രോഗ്രാമിന് വേണ്ടി. എനിക്കൊരു പേരും കർത്താവ് തരാണ്, ദിശാദർശൻ. യൂത്തിന് വേണ്ടി ദിശാദർശൻ പ്രോഗ്രാം, സൈക്കോ സ്പിരിച്വൽ പ്രോഗ്രാം. അത് വെറുതെ ഒരു റിട്രീറ്റ്, മറ്റേ റിലീജിയസ് റിട്രീറ്റ് അല്ല, എല്ലാ ജാതി മതസ്ഥർക്കും ഒരുമിച്ച് പങ്കെടുക്കാവുന്ന ഒരു സ്കൂൾ പ്രോഗ്രാം, കോളേജ് പ്രോഗ്രാം. അങ്ങനെ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പേടി, കാരണം എനിക്ക് അതിനുള്ള കഴിവുണ്ടോ, കുട്ടികളെ ധ്യാനിപ്പിക്കാനുള്ള കഴിവുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ തമ്പുരാൻ ഇതിങ്ങനെ തന്നു. ഞാൻ ആ വിഷയങ്ങളൊക്കെ ഒരുങ്ങി. ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ ഒരു ടീം ഉണ്ടാക്കി, കുറച്ച് യൂത്തിനെ, ഈ ജ്വലിക്കുന്ന കുറച്ച് യൂത്തിനെ ഞങ്ങളുടെ കൂടെ നിർത്തി ഞങ്ങൾ ഒരുമിച്ച് ആരെങ്കിലും എന്നെ വിളിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ടീച്ചിങ് സ്റ്റാഫിൻ്റെ, ടീച്ചേഴ്സിൻ്റെ ഒരു ക്ലാസ്സിന് വേണ്ടി എന്നെ വിളിച്ചു. ആ ക്ലാസ്സിൽ ഞാനിതിങ്ങനെ പറയുകയാണ്. ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു HM ഒന്ന് ചോദിച്ചു, സിസ്റ്റർ എങ്ങനെ കുട്ടികൾക്ക് വല്ല പ്രോഗ്രാം ഡേഴ്സിൻ്റെ ക്ലാസ് കൊള്ളാലോ. അപ്പോൾ ഞാൻ മുന്നുണ്ടെന്ന്, ഇത് ഒന്നുമില്ലട്ടാ, സ്വപ്നം മാത്രമേ ഉള്ളൂ, ദിശാദർശൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ വിളിച്ചു. ആദ്യമായിട്ട് കോട്ടപ്പുറം രൂപതയിലെ സെയിൻറ്റ് ആൻസ് സ്കൂളിൽ ഈ പ്രോഗ്രാം ഞാൻ ചെയ്യാൻ പോയി. 300 10ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളാണ് ആ സൈക്കോ സ്പിരിച്വൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. ഞാൻ ഓർക്കുന്നു, അതെനിക്ക് ഭയങ്കര ഒരു അനുഭവമാണ്. അതിൽ പിന്നെ ഒരുപാട് ഈ ദിശാദർശൻ പ്രോഗ്രാമുകൾക്ക് എനിക്ക് കൊടുക്കാൻ സാധിക്കുകയും ആ കുഞ്ഞുങ്ങളെ നല്ലൊരു ലൈനിലേക്ക് നയിക്കാനായിട്ട് ഈശോ സാധിച്ചിട്ടുണ്ട് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു അനുഭവം കൂടി ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു പരിപാടി ഞാൻ നിർത്താം. ഒരിക്കൽ എന്നോട് ഈ ദിശാദർശൻ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത കുട്ടികൾ 8 വർഷങ്ങൾക്ക് ശേഷം, അതായത് അവർ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കുകയാണ്. നേഴ്സിംഗ് പഠിക്കാൻ ലോൺ എടുത്തിട്ടാണ് ഇവർ പഠിക്കാൻ പോയത്. ലോൺ ശരിയായില്ല, കോളേജിൽ ഒരുപാട് പ്രോബ്ലംസ്, വീട്ടിൽ ഒരുപാട് ഇഷ്യൂസ്, ലോൺ സംഗതി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് 8 പേർക്കും കൂടി ആത്മഹത്യ ചെയ്യാൻ ഈ പിള്ളേർ തീരുമാനിക്കുകയാണ്. കാരണം അത്രമാത്രം കോളേജിൽ ഇഷ്യൂസ് ഉണ്ട്, അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ട്. അവർ പെട്ടെന്ന് അപ്പം ഞങ്ങൾ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഒരു എല്ലാവർക്കും ചെല്ലാവുന്ന ഒരു പ്രയർ ഞങ്ങൾ അടിച്ചു കൊടുക്കും. ഈ കുട്ടികൾ ഇങ്ങനെ തീരുമാനിച്ച് ഇവർ ഇവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങണമെന്ന്, ഇറങ്ങിയിട്ട് എവിടേക്ക് ഇറങ്ങണേ, വീട്ടിൽ കഞ്ഞി കുടിക്കാൻ മാർഗ്ഗമില്ല. അങ്ങനെയാണ് ഇവരെ നേഴ്സിങ്ങിന് വിട്ടേക്കണം. ഇറങ്ങുമ്പോൾ ഇനി എവിടെ പോകണം, എന്നാൽ ചത്ത് കളയാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോൾ ഇറങ്ങണ നേരത്ത് ഒരു കുട്ടിക്ക് ഈ ഞങ്ങൾ കൊടുത്ത് ഈ പ്രയറിൻ്റെ കടലാസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുകയാണ്. ആ കുട്ടി ഉടനെ അവിടെ നിന്ന് വിളിച്ചു. അപ്പം എൻ്റെ നമ്പറൊന്നും 8 കൊല്ലം കഴിഞ്ഞില്ലേ, എങ്ങനെയൊക്കെയോ വിളിച്ച് തേടി പിടിച്ച് എൻ്റെ നമ്പർ എടുത്ത് ആ കുട്ടി എന്നെ വിളിച്ചു. ആ കുട്ടി എന്നെ വിളിച്ചതുകൊണ്ട് മാത്രം ആ 8 കുഞ്ഞുങ്ങളും ദൈവം ആ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്, കുട്ടികളെ ഏറ്റെടുക്കുകയാണ്, ആ കുട്ടികളുടെ പ്രോബ്ലം. ഇങ്ങനെ അതൊരു എനിക്ക് യൂത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് കുട്ടിക്കാലം മുതലേ ബെയർ ഫുട്ട് കൗൺസിലറായിട്ട് ഈ കുഞ്ഞുങ്ങളുടെ കൂടെ, നേരത്തെ ഞാൻ പറഞ്ഞില്ല എക്കമ്പനിമെൻറ്റ്, അത് LP കുട്ടികൾക്ക് എക്കമ്പനിമെൻറ്റ് വേണം. ഇന്ന് അതിന് ഞങ്ങൾ പറയും ഉദയ് ദർശൻ. UP കുട്ടികൾക്ക് വേണം പ്രഭാദർശൻ, ഹൈസ്കൂൾ കുട്ടികൾക്ക് വേണം ദിശാദർശൻ. അങ്ങനെ ഒരു നല്ല യുവാവായിട്ട്, യുവതിയായിട്ട് ഈ കുഞ്ഞുങ്ങളെ കുടുംബജീവിതത്തിന് ഒരുക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം.